തലച്ചോറിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് മാറ്റാൻ വേണ്ടി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങളോ അല്ലെങ്കിൽ പ്രധാനം കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ പ്രിയ, Q1B ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ. നമ്മളെ ശരീരത്തിൽ നോക്കുകയാണെങ്കിൽ വെറും 2% മാത്രം വലുപ്പമുള്ളൊരു ഓർഗനാണ് തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ ഒരു ദിവസത്തെ 20% ഊർജം എടുക്കുന്നത് തലച്ചോറാണ്. കാരണം അത്രയും അധികം പ്രവർത്തനങ്ങളെ കോഡീകരിച്ച് കൊണ്ടുപോകുന്നത് തലച്ചോറിലാണ്. ഇപ്പം നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് നടക്കണം, നിൽക്കണം, ഒരു വസ്തു എടുക്കണം, നമ്മുടെ ശരീരത്തിൽ വരുന്ന ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യണം, രക്തയോട്ടം നിയന്ത്രിക്കണം, നമുക്ക് എന്തെങ്കിലും ചിന്തിക്കണം, നമ്മുടെ ഓർമ്മ കളക്ട് ചെയ്ത് വെക്കണം, എന്തെങ്കിലും ഒരു കാര്യത്തിലൂടെ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, നമുക്ക് പഠിക്കണം, അങ്ങനെ പല 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 ആക്ടിവിറ്റീസ് 24 മണിക്കൂറും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ശരീരത്തിലെ ഒരേ ഒരു അവയവം നമ്മുടെ തലച്ചോറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം ഊർജ്ജം നമ്മുടെ ശരീരത്തിന് വേണ്ടത്. എപ്പോഴും നമ്മുടെ ബ്രെയിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ബ്രെയിൻ്റെ പവർ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിജയം ഉണ്ടാവും. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ പൊതുവേ കൂടുതൽ ആലോചിക്കാറ് അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കുന്നത് കുട്ടികളുടെ ബ്രെയിൻ്റെ പവർ എങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ കുട്ടികളുടെ ബ്രെയിൻ ഗ്രോത്തിന് വേണ്ടി നമ്മൾ എന്ത് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെയായിരിക്കും അവർ കൂടുതൽ ആലോചിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മളൊരു ജോലിയിലോട്ട് കയറുന്ന ഒരു സമയത്തോട് പോകുമ്പോൾ ജോലിയിൽ എങ്ങനെ നമുക്ക് മികച്ചതായിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ജോലിയിൽ എങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാം എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ അവിടെ ബ്രെയിൻ്റെ കപ്പാസിറ്റിയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്. വീണ്ടും നമ്മൾ എത്തുന്ന സമയത്ത് നമ്മുടെ ലൈഫിലെ ഓരോ കാലഘട്ടത്തും എല്ലാം കോഡീകരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രെയിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ബാല്യകാലം തൊട്ട് നമ്മുടെ ബ്രെയിൻ്റെ പവറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ലൈഫ് ലോങ് ആവുന്ന ഒരു അസെറ്റാണ്. നമുക്കൊരു കുറച്ചൊരു ഏജിലെത്തുന്ന സമയത്ത് അൾസിമേഴ്സ് ഡിസീസ്, ഡിമെൻഷ്യ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അത് വളരെയധികം ആൾക്കാരെ അലട്ടുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ബ്രെയിൻ്റെ പവർ കൂട്ടാൻ വേണ്ടി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഉറക്കമാണ് പ്രധാനം. നമ്മുടെ ബ്രെയിനിന് ഒരു കുറഞ്ഞ അളവിലെങ്കിലും ഒരു റെസ്റ്റ് കിട്ടുന്ന പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്ന ഒരു ടൈമാണ്. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ തൊട്ട് നമ്മൾ എപ്പോഴും പറയണം, കുഞ്ഞ് വളരണമെങ്കിൽ അതിന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് ഉറക്കമാണ്. അത് ജനിച്ച് വീഴുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഒരു 16-18 മണിക്കൂറോ ഒക്കെ ഉറങ്ങിക്കോട്ടെ, കാരണം കുഞ്ഞ് ഉറങ്ങുമ്പോഴാണ് അത് വളരുന്നത്. ആ ഒരു ടേം തന്നെയാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മൾ ഉറക്കം എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രെയിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് ഒക്കെ ഒന്ന് ഉണക്കി കൊണ്ടുവരാൻ അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരുന്നത് ഈ ഉറങ്ങുന്ന സമയത്താണ്. അതുകൊണ്ടാണ് തലച്ചോറിനൊരു റെസ്റ്റ് കൊടുക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു 7 മണിക്കൂറെങ്കിലും നല്ലൊരു ഉറക്കം വേണം. ചുമ്മാ ഉറങ്ങാൻ കിടന്നാൽ മാത്രം പോലെ നല്ലൊരു ഉറക്കം വേണം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ടിപ്സുകൾ ഫോളോ ചെയ്യണം നോക്കിയാൽ, ഒരു ടൈം കഴിഞ്ഞ് ഇപ്പോൾ ഒരു 10 മണിക്ക് കിടക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു 8 മണിക്കെങ്കിലും ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അപ്പോൾ ഗാഡ്ജറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കുമ്പോൾ തന്നെ ഒരു പരിധി വരെ നമുക്ക് പെട്ടെന്ന് ഉറക്കം കിട്ടും. അതുപോലെ തന്നെ കൃത്യമായിട്ടൊരു വ്യായാമത്തിലൂടെ പോയാൽ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടും. പല കുട്ടികളും രാത്രി എക്സാമിൻ്റെ തലേ ദിവസമായിരിക്കും ഉറക്കമൊക്കെ കളഞ്ഞിട്ട് ഇരുന്ന് പഠിക്കും. പക്ഷെ രാവിലെ എക്സാം പേപ്പറിൽ ചെന്ന് നോക്കി അവർക്ക് എഴുതാൻ കിട്ടുന്നുണ്ടല്ലോ. അവർ ചിലപ്പോൾ പഠിച്ച കാര്യമായിരിക്കും, അവർ വായിച്ച കാര്യമായിരിക്കും, പക്ഷെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു അറിവ് പകർന്ന് പേപ്പറിലോട്ട് കിട്ടാൻ പറ്റുന്നുണ്ടാവില്ല. അതിനൊരു ബേസിക് കാരണം ഇതാണ്, നമ്മൾ ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഉറക്കം കിട്ടുന്നില്ല. അതുകൊണ്ട് ബ്രെയിന് കറക്റ്റായിട്ട് ഇതിനെയൊക്കെ ഒന്ന് കോഡീകരിച്ച് വെക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് പിറ്റേ ദിവസം പേപ്പറിൽ നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് എക്സാമിൻ്റെ തലേ ദിവസം നല്ല ഒരു ഉറക്കമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആ ഒരു ശീലം നമ്മൾ ചെറുപ്പത്തിലേ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കത് പിന്നീടുള്ള കാലത്തും അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഉറക്കമാണ്. രണ്ടാമതായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രത്തോളം വെള്ളം നമുക്ക് കുടിക്കുന്നു അത്രത്തോളം നമ്മുടെ ബ്രെയിൻ്റെ പവർ സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ തന്നെ നമുക്ക് തലവേദന, അല്ലെങ്കിൽ തലയ്ക്കൊരു ബുദ്ധിമുട്ട്, തലകറക്കം, അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഫോക്കസ് കിട്ടുന്നില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഓർമ്മക്കുറവ് എന്ന് പല പ്രശ്നങ്ങളും നമ്മൾ കാണുന്നതിന് പ്രധാന കാരണം ഡീഹൈഡ്രേഷനാണ്. അപ്പം നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ച് ഇപ്പം 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്ന കണക്കെ കൃത്യമായി വെള്ളം കുടിക്കുക. ഇപ്പം ഓഫീസിലൊക്കെ AC-ൻ്റെ ഉള്ളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ദാഹം ഉണ്ടാവില്ല. പല ആൾക്കാരും വെള്ളം കുടിക്കാൻ നോക്കുന്നത് ദാഹിക്കുമ്പോൾ മാത്രമാണ്. ഈ ഒരു ശീലം മാറ്റിയിട്ട് നമ്മൾ കൃത്യമായൊരു ബോട്ടിൽ നമ്മളോടൊപ്പം തന്നെ എപ്പോഴും ഈ ബോട്ടിൽ നമ്മുടെ കൂടെ തന്നെ കൊണ്ടു നടക്കുക. നമ്മൾ മുൻപിൽ കാണുന്ന രീതിയിൽ വെച്ച് കൃത്യമായിട്ട് അളന്ന് തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് ബ്രെയിൻ്റെ പവർ കൂട്ടാൻ, അല്ലെങ്കിൽ ബ്രെയിൻ കുറച്ചുകൂടെ ഷാർപ്പ് ആവാനും ഫോക്കസ് കൂട്ടാനും
ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് കറക്റ്റായിട്ടുള്ള വ്യായാമമാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ജീവിതശൈലി രോഗങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി വ്യായാമം പറയുന്നത് പോലെ തന്നെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നമുക്ക് വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ബ്രെയിനിൻ്റെ ഹെൽത്ത് കൂട്ടണമെങ്കിൽ ബ്രെയിനിലേക്ക് എത്തുന്ന ഓക്സിജൻ്റെ അളവ് കൂടണം, ബ്രെയിനിലേക്ക് എത്തുന്ന ന്യൂട്രിയൻസിൻ്റെ അളവ് കൂടണം. ഇതിനൊക്കെ നമ്മുടെ കറക്റ്റായിട്ടൊരു ബ്ലഡ് ഫ്ലോ വേണം. ഈ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്യണം. കാരണം നമ്മുടെ മസിൽസ് ഒക്കെ കൺട്രാക്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക, ഇങ്ങനെയുള്ള പ്രവർത്തനമൊക്കെ മികച്ചതായാൽ മാത്രമേ രക്തയോട്ടം കറക്റ്റ് ആവുള്ളൂ. രക്തയോട്ടം കറക്റ്റായ വേണ്ട രക്തം തലച്ചോറിന് കിട്ടുകയും തലച്ചോറിന് കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുകയും അതുവഴി ബ്രെയിനിൻ്റെ പവർ കൂട്ടാനും സഹായിക്കും. ഇനി നാലാമതായിട്ട് ഭക്ഷണ നിയന്ത്രണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഭക്ഷണ നിയന്ത്രണത്തിലോട് വരുന്ന സമയത്ത് ഒരു കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ പോലും നമ്മൾ പറയാറുണ്ട് ഏറ്റവും എനർജറ്റിക് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. ബ്രെയിനിൻ്റെ പവർ കൂട്ടാൻ വേണ്ടി നമ്മൾ ബ്രെയിനിന് വേണ്ടി കൊടുക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ ദിവസവും നിങ്ങൾ omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിൽ പ്രത്യേകിച്ച് EPA, DHA ഒക്കെ ഉണ്ടോയെന്ന്. ദിവസവും 1.5 ഗ്രാം മുതൽ 2 ഗ്രാം വരെയെങ്കിലും EPAയും DHAയും ഒക്കെ ശരീരത്തിൽ എത്തിയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ മത്സ്യങ്ങൾ, നെത്തോലി, മത്തി, അയല പോലെയുള്ള മത്സ്യങ്ങൾ കറി വെച്ച് കൊടുക്കാവുന്നതാണ്. നട്ട്സ് സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുക. ഇതിൽ ധാരാളം omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഒലിവ് ഓയിൽ, അപ്പോൾ നമ്മൾ സാലഡ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സാലഡ്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഒരു ഡ്രസ്സിംഗ് ആയിട്ട് ഒലിവ് ഓയിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിലും omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമായും കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ മുതിർന്നവരായിക്കോട്ടെ എല്ലാവർക്കും തന്നെ ഒരു ബ്രെയിനിൻ്റെ പവർ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി കൊടുക്കേണ്ടതാണ്. ഇനി രണ്ടാമതായിട്ട് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്. ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിയെ അത് നമ്മുടെ ശരീരത്തിലേക്ക് എനർജി റിലീസ് ചെയ്ത് കൊടുക്കും. പതിയെ എനർജി റിലീസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വേണ്ട ഒരു കലോറി നമ്മുടെ ശരീരത്തിൽ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് തവിടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങൾ, മധുരക്കിഴങ്ങ്, ഉരുളൻകിഴങ്ങ്, ഇവയൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ കൊടുക്കാൻ പറയുന്ന ഒരു പ്രധാന കാരണം ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇതിൽ സ്റ്റാർച്ചും സെല്ലുലോസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ധാന്യങ്ങളും ഈ പറഞ്ഞ വെജിറ്റബിൾസും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് നിർബന്ധമായിട്ടും കൊടുക്കുക. അത് നമുക്കൊരു ബ്രെയിൻ പവർ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇലക്കറികൾ, ഇപ്പോൾ ബ്രക്കോളി ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. തക്കാളിയിലുണ്ട് ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻസ്. നമ്മൾ കഴിക്കുന്ന സീഡ്സിലും നട്ട്സിലും ഒക്കെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതും ഒരു പരിധിവരെ നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ സഹായിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഈ നട്ട്സിൻ്റെയും സീഡ്സിൻ്റെയും കാര്യം എടുത്തു പറഞ്ഞ സ്ഥിതിക്ക് സൺഫ്ലവർ സീഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ്. വൈറ്റമിൻ ഇയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉണ്ട്. ഇനി വാൽനട്ട് വളരെ ഇമ്പോർട്ടൻ്റ്. അതിൽ omega-3 ഫാറ്റി ആസിഡ്സും ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ആ വാൽനട്ടിൻ്റെ ഷേപ്പ് തന്നെ ഒരു ബ്രെയിനിൻ്റെ ഒരു പിക്ചറിനോട് സിമിലർ ആണ്. അപ്പോൾ അത്രയും അധികം നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വാൽനട്ടാണ് സീഡ്സിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത്. ഇനി നാലാമതായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൊടുക്കുക. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഈ പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്ന അമിനോ ആസിഡ്സ് ആണ്. ഈ അമിനോ ആസിഡ്സ് ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കും. ന്യൂറോ ട്രാൻസ്മിറ്റർ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നു അത്രത്തോളം പെട്ടെന്ന് തന്നെ നാടുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൂട്ടാം. അതുവഴി നമുക്ക് ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂട്ടാം. അപ്പോൾ ഈ പറഞ്ഞ 4 തരത്തിലുള്ള ഭക്ഷണങ്ങൾ, ആൻറ്റി ഓക്സിഡൻസ്, omega-3 ഫാറ്റി ആസിഡ്സ്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഈ 4 ഭക്ഷണങ്ങൾ നിങ്ങൾ നിർബന്ധമായും കഴിച്ച് ശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്? നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, അമിതമായി പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ, അമിതമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അമിതമായിട്ട് മസാലകളും എരിവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒക്കെ ഒഴിവാക്കുക. ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക. പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങളിൽ, നമ്മുടെ തലച്ചോറിലൊക്കെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുകയും നാടുകളുടെ പ്രവർത്തനം ഒന്ന് ഡിലേ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ 4 പോയിന്റിൽ, അതായത് ഡയറ്റ്, നമ്മുടെ വ്യായാമം, നമ്മുടെ ഉറക്കം, നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട്, ഈ 4 പോയിന്റ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ പവർ കൂട്ടാൻ പറ്റും. ഇനി വ്യായാമത്തിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ നമ്മൾ ഈ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ പ്രാണായാമം പോലുള്ള യോഗ ടെക്നിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കുറച്ചും കൂടി കൂടുതലായിട്ട് കാണും. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി, ഭക്ഷണം പതിയെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മൾ ഭക്ഷണം വലിച്ചു വാരി കഴിക്കുന്ന സമയത്ത് ദഹനം കറക്റ്റായിട്ട് നടക്കില്ല. ദഹനം കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ ഗട്ട് ബ്രെയിൻ ആക്സിസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അത് നമുക്കൊരു പരിധി വരെ നമ്മുടെ ആ ഒരു തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെ ഡിലേ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഒപ്പം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് എന്തെങ്കിലും ഇമോഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് സപ്രസ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ പവർ കുറയ്ക്കും. ദേഷ്യമാണെങ്കിലും അത് പ്രകടിപ്പിക്കാൻ നോക്കുക. സ്നേഹമാണെങ്കിൽ എല്ലാം പ്രകടിപ്പിക്കുന്ന ആൾക്കാരിൽ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കുറച്ചും കൂടെ കൂടുന്നതായിട്ടാണ് റിസർച്ചസിൽ പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്, നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടുകൾ, നമ്മൾ ഇരിക്കുന്ന ചുറ്റുപാടുകൾ എപ്പോഴും ക്ലീൻ ആക്കി നിർത്താനും അല്ലെങ്കിൽ അത് എല്ലാ വസ്തുക്കളും വലിച്ചു വാരിയിടാതെ ഒരു അടുക്കും ചിട്ടയുമായിട്ട് ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂടാനും ബ്രെയിനിൻ്റെ പവറും കൂടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂടാം, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നതും കോൺസെൻട്രേഷനൊക്കെ കുറച്ചും കൂടെ കൂട്ടാനും അതുവഴി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല ടേണിംഗ് പോയിന്റ്സ് അച്ചീവ് ചെയ്യാനും സഹായിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.